പറ്റുന്ന നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യപേപ്പറിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭാഗത്തു നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സോ മിസ്സിന്റെ കൂടെ തന്നെ എല്ലാവരും വരിക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ, ഐഡന്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പദബന്ധം തിരിച്ചറിഞ്ഞ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പൊ ആദ്യത്തെ ചോദ്യം ഈ രീതിയിൽ എന്താണ്, പദബന്ധം പൂരിപ്പിക്കുക അല്ലെങ്കിൽ മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് വരിക. അപ്പൊ നോക്കാം, ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ സൈറ്റോകൈനസിസ് ആണ്. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചതാണ്, എന്താണ്, കാരിയോകൈനസിസ് ആണ്. കാരിയോകൈനസിസ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കാം, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു മൈറ്റോസിസ് ഇൻ ഫ്രം ദ ഫോളോയിങ്. മൈറ്റോസിസുമായി ബന്ധപ്പെട്ട് ശരിയായതാ ചോദിച്ചിരിക്കുന്നത്, അതായത് ക്രമഭംഗവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബീജോത്പാദക കോശങ്ങളിൽ നടക്കുന്നു. ഒക്വേഴ്സ് ഇൻ ജെർമിനൽ സെൽ, ശരിയാണോ എന്ന് നോക്കണേ. മോഡ് ഓഫ് സെൽ ഡിവിഷൻ ഇൻ വിച്ച് ഗമീറ്റ്സ് ആർ ഫോംഡ്. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശ വിഭജനം ക്രമഭംഗമാണെന്നാണ് പറയുന്നത്. പിന്നെയോ, 4 ഡോട്ടർ സെൽസ് ആർ ഫോംഡ് ഫ്രം എ സിംഗിൾ മദർ സെൽ. ഒരു മാതൃകോശത്തിൽ നിന്നും 4 പുത്രികാ കോശങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ശരിയാണോ ആലോചിച്ച് നോക്കുക. മദർ സെൽസ് ആൻഡ് ഡോട്ടർ സെൽസ് ഹാവ് സെയിം ക്രോമസോം നമ്പർ. മാതൃകോശത്തിനും പുത്രികാ കോശത്തിനും ഒരേ ക്രോമസോം സംഖ്യയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വായിച്ചാൽ തന്നെ അറിയാവുന്നത്, ആദ്യത്തെ 3 മിയോസിസ്, ഊനഭംഗവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഗമേറ്റിക് സെല്ലിൽ നടക്കുന്നത്, റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ഒരു മാതൃ സെല്ലും ഡിവൈഡ് ചെയ്തിട്ട് 4 ഉണ്ടാവുന്ന ഒക്കെ മിയോസിസ് ആണ്. മാതൃകോശത്തിനും പുത്രികാകോശത്തിനും ഒരേ ക്രോമസോം ഉള്ളതാണ് എന്ത്, ക്രമഭംഗത്തിന്റെ ഫീച്ചർ അല്ലെങ്കിൽ നമ്മുടെ മൈറ്റോസിസിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. മദർ സെൽസ് ആൻഡ് ഡോട്ടർ സെൽസ് ഹാവ് സെയിം ക്രോമസോം നമ്പർ. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. ക്ലോറോഫിൽ എ, ബി, കെരാട്ടിൻ, സാന്തോഫിൽ. ചോദ്യം വായിക്കുമ്പോൾ തന്നെ അറിയാലോ, ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് എന്താണ്, ഹരിതകം എ എന്ന് പറയുന്നത് എന്താണ്. യെസ്, നമ്മുടെ പ്രധാനപ്പെട്ട വർണ്ണകമാണ് അല്ലെ, ഫോട്ടോസിന്തസിൽ നേരിട്ട് പങ്കെടുക്കുന്നതാണ്. ബാക്കിയുള്ളവ എന്താണ്, സഹായക വർണ്ണകങ്ങളാണ്, ആക്സസറി പിഗ്മെന്റ്സ് ആണ്. പഠിച്ചു വെക്കണേ. ഇനി അടുത്ത് നോക്കാം, ഐഡന്റിഫൈ ദ ജോയിന്റ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. താഴെ തന്നിട്ടുള്ളതിൽ ഏത് ജോയിന്റ് ആണ് ഈ തന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കി, നമുക്കറിയാം ഏതാണ്. ഇത് കണ്ടോ, ഒരു ബോൾ പോലെ അതിനുള്ളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഗോളരസന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അപ്പൊ എല്ലാ ജോയിന്റ്സിന്റെ ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി പഠിച്ചിട്ട് വേണം പോവാൻ. ഇനി അടുത്ത് നോക്കാം, correct mistakes if any in the underlying part of the given statement. Nephridae are the excretory organs of insects എന്നാണ് പറയുന്നത്. Contractile vacuolar excretory organs of amoeba. Excess water in the gas is eliminated through small pores present at the tip of leaves called hydatoid. പിന്നെന്താ, urea is the main excretory product of reptiles and birds. അപ്പൊ ഷഡ്പദങ്ങളുടെ വിസർജന അവയവങ്ങളാണ് നെഫ്രിഡേ എന്ന് പറയുന്നത്. ശരിയാണോ? അല്ല അല്ലെ. ഷഡ്പദങ്ങളുടേത് ഏതാണ്, വിസർജന അവയവങ്ങൾ നെഫ്രിഡേ ആണോ? അല്ല. നെഫ്രിഡേ ആരുടെയാണ്, മണ്ണിരയുടേതാണ്. ഇനി കോൺട്രാക്റ്റൈൽ വാക്യൂൾസ്, അമീബയുടെ വിസർജന അവയവം ഏതാണ്, സങ്കോചനങ്ങളാണ്. പിന്നെ എന്താണ്, സങ്കോചഫേനങ്ങളാണ്. ഹൈഡത്തോട് എന്ന് പറയുന്നത് പുല്ല് സസ്യവർഗത്തിൽ അവർ വെള്ളം എന്ത് ചെയ്യുന്ന, എക്സ്ക്രീറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം. അഗ്രഭാഗത്ത് സുഷിരങ്ങളായി കാണുന്നതാണ്, അതും ശരിയാണ്. ഇനിയോ, ഉരകങ്ങളിലെയും പക്ഷികളിലെയും പ്രധാന വിസർജ്യ വസ്തു യൂറിയ ആണെന്ന് പറയുന്നു. ആണോ? യൂറിയ ആണോ? അല്ല, യൂറിക് ആസിഡ് ആണ് അല്ലെ. അത് ശ്രദ്ധിച്ച് പഠിക്കണം. എക്സ്ക്രീറ്ററി ഓർഗൻസും പ്രോഡക്ട്സും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, സെലക്ട് ദ കറക്റ്റ് പെയേഴ്സ് റിലേറ്റഡ് ടു ആക്സിയൽ സ്കെലട്ടൻ ഫ്രം ദ ഫോളോയിങ്. മിസ് പറഞ്ഞിരുന്നു, ആക്സിയൽ സ്കെലട്ടൺ അതിന്റെ നമ്പർ ഓഫ് ബോൺസ് എന്ന് പറയുന്നത് എണ്ണം ഓർത്ത് വെക്കണം എന്നല്ലേ. അക്ഷാസ്തി കൂടവും അതുപോലെ എത്രത്തോളം അസ്ഥികൾ ഉണ്ട് എന്നുമാണ്. ഇവിടെ കറക്റ്റ് നമ്പർ ഓഫ് പെയർ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സ്കൾ 29, സ്റ്റേർണം 2, റിബ്സ് 24, വെർട്ടിബ്രൽ കോളം 30. അപ്പൊ തലയോട് 29, മാറല് 2, വാരികൾ 24, നട്ടെല്ല് 30 എന്ന് പറയുന്നു. ഇതിൽ ഏതാ ശരി ഉത്തരം എന്ന് പറയുന്നത്? സ്കള് കറക്റ്റ് ആണ് അല്ലെ, 29 തലയോട്. അതുപോലെ തന്നെ റിബ്സ് 24, വാരിയലുകൾ 24 അത് കറക്റ്റ് പേരാണ്. ബാക്കി എന്താണ്, എണ്ണം തെറ്റുണ്ട് അല്ലെ. ഇനി അടുത്ത് നോക്കിക്കേ, അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് അനൈറോബിക് റെസ്പിറേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. അവായു ശ്വസനത്തിന്റെ പ്രക്രിയയാണ് തന്നിട്ടുള്ളത്. മിസ്സിംഗ് ആയിട്ടുള്ള എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നോക്കിയേ, ഗ്ലൂക്കോസ് എന്ത് ചെയ്തു, പൈറുവിക് ആസിഡ് ആവുന്നു, 2 ATP ഉണ്ടാവുന്നു. ബാക്ടീരിയയിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എഴുതണം, ഈസ്റ്റിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് എഴുതണം. ബാക്ടീരിയയിലാണ് എന്തുണ്ടാവുന്നത്, ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത്. ഈസ്റ്റിലാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്, ആൽക്കഹോൾ ഉണ്ടാവുന്നത് അല്ലെ, ലാക്റ്റിക് ആസിഡും ആൽക്കഹോളും. രണ്ടാമത്തെ ചോദ്യം, ഏത് സന്ദർഭത്തിലാണ് മനുഷ്യ ശരീരത്തിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ശരീരത്തിലാണ്? യെസ്, നമ്മൾ ഡ്യൂറിങ് ഫിസിക്കൽ എക്സസൈസിൽ നല്ല കഠിനമായിട്ടൊരു എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി പണിയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ദ മസിൽസ് ഡു നോട്ട് ഗെറ്റ് ഇനഫ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എനർജി അല്ലെ. അപ്പൊ അത് പ്രവർത്തിക്കാനുള്ള ഓക്സിജൻ നമുക്ക് കിട്ടാതെ വരും. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ മസിൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അനൈറോബിക് റെസ്പിറേഷൻ
റെസ്പിറേഷൻ നടത്തുന്നത്. തീരെ കുറയുകയും പേശീകോശങ്ങൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ അവായു ശ്വസനത്തെ ആശ്രയിക്കുന്നു. എവിടെയാണ്? മസിൽസിലാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത്, അവായു ശ്വസനം നടക്കുന്നത്. അടുത്ത നോക്കാം, ഗിവ് റീസൺ ഫോർ ഈച്ച് ഓഫ് ഫോളോയിങ്. ഓരോ സെന്റൻസ് വന്നിട്ട് റീസൺ വ്യക്തമാക്കാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരാം. നോക്കാം, ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ യൂറിൻ. ഗ്ലൂക്കോസും അമിനോ ആസിഡും മൂത്രത്തിൽ കാണപ്പെടുന്നില്ല, കാരണം വ്യക്തമാക്കണം. ഡിഫറൻസ് ഇൻ ഡയമീറ്റേഴ്സ് ഓഫ് എഫറന്റ് വെസൽ ആൻഡ് എഫറന്റ് വെസൽ ഹെൽപ്പ് ഇൻ അൾട്രാ ഫിൽട്രേഷൻ. അഫറന്റ് വെസലും ഇഫറന്റ് വെസലിന്റെയും വ്യാസ വ്യത്യാസം എങ്ങനെയാണ് സൂക്ഷ്മ അരിക്കലിന് കാരണമാവുന്നതെന്ന് എഴുതണം. അപ്പൊ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് നമുക്കറിയാം. ഗ്ലോമറുലർ ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂളിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ശേഖരണ നാളിലേക്ക് വൃക്ക നളികയിലൂടെ പോകുന്ന സമയത്ത് വീണ്ടും ഒരു പുനരാഗിരണം, റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസും അമിനോ ആസിഡും കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു അല്ലെ, പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? പുനരാഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? യൂറിനിൽ എത്തുമ്പോൾ അവിടെ ഗ്ലൂക്കോസും അമിനോസും കാണപ്പെടാത്തത്. ഇനി എന്താണ് ഈ ഡയമീറ്റർ ഡിഫറൻസ്? ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഇൻഫ്ലുവൻസ് ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ഗ്ലോമറുലസ് ആൻഡ് ഫോം ഹൈ പ്രഷർ അല്ലെ. ഗ്ലോമറുലസിലെ രക്തമർദ്ദം കൂടിയിരിക്കുന്നു, ഇത് അരിക്കൽ പ്രക്രിയയെ സുഗമമാക്കുന്നു. അപ്പൊ ഈ അരിക്കുന്ന ഫിൽട്രേഷൻ പ്രോസസ്സിന് എന്താണ്? ഈസി ആക്കുന്നതാണ് എന്ത്? ഗ്ലോമറുലസിലെ ഈ ഡയമീറ്റർ ഡിഫറൻസ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പ്രഷർ കൂടുന്നു, രക്തസമ്മർദ്ദം ഉണ്ടാകുന്നു. അതാണ് സൂക്ഷ്മ അരിക്കലിന് സഹായകമാകുന്നത്. അടുത്ത നോക്കാം, അനലൈസ് സിറ്റുവേഷൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ലീവ്സ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ് ഫോൾഡ് വെൻ ടച്ച്ഡ്, ക്ലൈംബേഴ്സ് ഗ്രൂ അറൗണ്ട് എ സപ്പോർട്ട്. തൊട്ടാവാടി ചെടി തൊടുമ്പോൾ കൂമ്പി വാടുന്നു, വള്ളിച്ചെടികൾ താങ്ങിൽ ചുറ്റു വളരുന്നു. ഇത് ഏതാണ് സിറ്റുവേഷൻ? ഏതാണ് ഈ ഒരു മൂവ്മെന്റ് എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ടോ എന്തൊക്കെ വ്യത്യാസമാണ് ഇവർ രണ്ട് തമ്മിലുള്ളത്? തൊട്ടാവാടിയിൽ എന്ത് ചെയ്യുന്നു? പ്രത്യേകം ഒരു ഡയറക്ഷൻ നേരിയൽ, അതിനെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ്, നാസ്തിക ചലനം എന്ന് പറയുന്നു. മറ്റേത് എന്താണ്? നമ്മുടെ ക്ലൈംബേഴ്സ് വരുന്നത് ആപ്റ്റോട്രോപിസ് ആണ് അല്ലെ. ട്രോപ്പിക് മൂവ്മെന്റിൽ ചലനത്തിൽ വരുന്ന സ്പർശക ട്രോപിക ചലനമാണ്. ഇനി എന്താ വ്യത്യാസം? ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ അല്ലെങ്കിൽ സ്റ്റിമുലസിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മുടെ ഉദ്ദീപന ദിശയ്ക്ക് നേരെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ട്രോപ്പിക്കൽ മൂവ്മെന്റ് നടക്കുന്നത്. പക്ഷെ നാസ്തിക ചലനമോ ഡയറക്ഷൻ ഓഫ് പ്ലാന്റ് മൂവ്മെന്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് വിത്ത് സ്റ്റിമുലസ്. ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനമാണ് നാസ്തിക ചലനം എന്ന് പറയുന്നത്. രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ള എക്സാമ്പിൾസും പഠിച്ചേക്കണം, ഇത് മാത്രമല്ല. ഇനി അടുത്ത് നോക്കിക്കേ, ഹിൻസ് റിലേറ്റഡ് ടു സർട്ടൻ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ബോൺസ് ആർ ഗിവൺ ബിലോ, അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലെ. ഇവിടെ നോക്കുക, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഡ്യൂ ടു ഓൾഡ് ഏജ്, ഡാമേജ് ടു കാർട്ടിലേജ്, ബോൺസ് ബിക്കം ബ്രിട്ടിൽ ആൻഡ് കോസ് ഫ്രാക്ചർ, സിവിയർലി അഫക്ട് ദ ഹിപ്പ് ബോൺ, റിസ്റ്റ് ആൻഡ് വെർട്ടിബ്രൽ കോളം. അപ്പൊ നോക്കിക്കേ, ഈ രണ്ട് എന്താണ് ഒരു രോഗാവസ്ഥ തന്നിട്ടുണ്ട്. ഏതാണ് നമ്മൾ കണ്ടെത്താണ് അല്ലെ. അപ്പൊ ഡീജനറേറ്റ് ചേഞ്ചസ് ടു ഓൾഡ് ഏജ് ആൻഡ് ഡാമേജ് ടു കാർട്ടിലേജ് ആണ് പറയുന്നത്. രണ്ടാമത്തേത് ബോൺസ് ബിക്കം ബ്രിട്ടിൽ ആൻഡ് കോസ് ഫ്രാക്ചർ, സിവിയർലി അഫക്ട് ദ ഹിപ്പ് ബോൺ, നമ്മുടെ ഇടുപ്പെല്ലിനെ ബാധിക്കുന്നു. ഏതാണ് ഒന്നാമത്തേത്? പ്രായാധികതം കൊണ്ടുണ്ടാവുന്നതാണ് റുമാറ്റിക് ആർത്രൈറ്റിസ് അല്ലെ. നമ്മൾ പഠിക്കുന്നതാണെന്ത്? സന്ധിവാതം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാവുന്നതാണെന്ത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് അല്ലെ, പൊടിയുന്ന അവസ്ഥയാണ്. അപ്പം എ ബി എന്ന് നമ്മൾ കണ്ടു. ഇനി ബിയിൽ സൂചിപ്പിക്കുന്ന തകരാറിനുള്ള കാരണം എഴുതണം. ഓസ്റ്റിയോപോറോസിസ് എന്താ? കാൽഷ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാവാമാകുന്നത്. ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ഡി, ഡിഫക്ട്സ് ഇൻ ദ മെറ്റബോളിക് ആക്ടിവിറ്റി, ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം എന്ന് കാണാൻ കഴിയും. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ചോദ്യം നോക്കിക്കോളാ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാ, നല്ലോണം വായിച്ചു നോക്കാം. വെൻ വി എൻഗേജ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രെനസ് എക്സസൈസ്, മസിൽസ് ടെമ്പററി ലോസ് ദെയർ പവർ ഓഫ് കൺട്രാക്ഷൻ. വിശ്രമമില്ലാതെ നാം കഠിനമായി അധ്വാനിക്കുമ്പോൾ പേശികൾക്ക് എന്ത് ചെയ്യുന്നു? സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുന്നു. നെയിം ദ കണ്ടീഷൻ മെൻഷൻഡ്, വൈ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രെനസ് എക്സസൈസ് ലീഡ് ടു ദിസ് കണ്ടീഷൻ. ഈ പരാമർശം ചെയ്യുന്ന ഏത് അവസ്ഥയാണെന്നും കഠിനമായ അധ്വാനം ഈ അവസ്ഥയ്ക്ക് കാരണമാവുന്ന എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. നമുക്കറിയാലോ ഈ ചോദ്യം മസിൽ ഫാറ്റിഗ് അല്ലെങ്കിൽ പേശി ക്ലമം എന്നാണ് ഇതിന് പറയാ. കാരണം എന്താണ്? പേശികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അല്ലെ, ഇൻക്രീസ് അല്ലെ, ഈ കിട്ടാതെ വരുമ്പോൾ അവൾ എന്ത് ചെയ്യുക? അനറോബിക് റെസ്പിറേഷൻ ഉണ്ടാകുന്നു. അനറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ഈ ലാക്റ്റിക് ആസിഡ് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മസിൽ വേദനം, പേശി സങ്കോചം ഒക്കെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ. അടുത്ത് നോക്കിക്കേ, നമുക്ക് ഡിവിഷൻ സെയിൽ നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പഠിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ്സിൽ എക്സ് ഏതാണ്, വൈ ഏതാണെന്ന് നോക്കണം. ആൻഡ് റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വൈ ഇൻ പ്ലാന്റ് ഗ്രോത്ത്. എക്സ് എന്ന് പറയുന്നത് നോക്കുക, എക്സ് എന്ന് പറയുന്നത് ഏതാണ്? സെഡ് എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഏതാണ്? എപ്പിക്കൽ മെരിസ്റ്റം അല്ലെ, ടിപ്പ് പോർഷനിൽ കാണുന്നത് എപ്പിക്കൽ മെരിസ്റ്റമാണ്, അഗ്രമെരിസ്റ്റമാണ്. ഇനി സെഡ് എന്ന് പറയുന്നത് കണ്ടോ? നോഡ്, ഇന്റർനോഡ്. ഇന്റർനോഡിൽ വരുന്നതാണ് ഇന്റർ കാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പർവാന്തര മെരിസ്റ്റം. ഈ വൈ എന്ന് പറയുന്നത് ഏതാണ്? വൈ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, നമ്മുടെ ഗർത്ത് കൂടുന്ന ലാറ്ററൽ മെരിസ്റ്റമാണ്. ഹെൽപ്പ് ഇൻ ദി ഇൻക്രീസ് ഓഫ് ഗർത്ത് ഓഫ് ദി സ്റ്റെം, റൂട്ട്, സ്റ്റീം. ഇൻ ദി ഡൈക്കോട്ട് പ്ലാന്റിലാണ് കാണുന്നത്. ദ്വിബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡം വണ്ണം വെക്കാൻ
സഹായിക്കുന്നു. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ടെക്സ്റ്റിലുള്ള പോയിന്റ് അതേപടി തന്നെ എഴുതണം. ആകെ ഒരു പോയിന്റ് അവിടെ പറയുന്നുള്ളൂ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതണം. അപ്പൊ ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്, ഇന്റർകാലറി മെരിസ്റ്റം, എന്താണ് എപ്പിക്കൽ മെരിസ്റ്റം, അഗ്രമെരിസ്റ്റം, പാർശ്വ മെരിസ്റ്റം, അതുപോലെ തന്നെ എന്താണ് പർവാന്തര മെരിസ്റ്റം. നോക്കിക്കേ, ചേഞ്ച് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം ദ അതർ സ്റ്റേജസ് ഒക്കർ ഇൻ ദ ഓൾഡ് ഏജ്. അല്ലെ, വാർദ്ധക്യം എന്ന അവസ്ഥയിൽ മറ്റു ഘട്ടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തെങ്കിലും 2 ഫിസിക്കൽ പെക്യുലാരിറ്റീസും എഴുതണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മുതിർന്ന ആൾക്കാരോട് നമ്മുടെ ഇടപെടൽ എങ്ങനെ ആവണമെന്നും കൂടെ എഴുതണം. ഒന്നാമത്തെ, വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോൾ എന്തൊക്കെ മാറ്റുന്നു? ഓൾഡ് ഏജ് വരുമ്പോൾ എന്താവുന്നു? റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ ഡിക്രീസസ്. എന്താണ് റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ? കോശ വിഭജന നിരക്ക് കുറയുന്നു. അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ടു ടിഷ്യൂ ഡിക്രീസസ്. കോശങ്ങളിലെ ഓക്സിജന്റെ ലഭ്യത കുറയുന്നു. പിന്നെ ഡിറ്റീരിയേഷൻ ഓഫ് സെൽ ഇൻക്രീസസ്, മസിൽസ് ഷ്രിങ്ക്. പേശികൾ, കോശങ്ങൾ കൂടുതലായി നശിക്കുന്നു, പേശികൾ എന്ത് ചെയ്യുന്നു? ശുഷ്കിക്കുന്നു. പിന്നെ എനർജി പ്രൊഡക്ഷൻ ഡിക്രീസസ്, ഊർജ്ജ ഉൽപാദനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു. ഇതിലേതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? വൃദ്ധരോടുള്ള മനോഭാവം എങ്ങനെയാണെന്ന് അല്ലേ? അതെങ്ങനെയായിരിക്കണം? നമ്മൾ എൽഡർലി പീപ്പിളിന് എന്താണ് അവർക്ക് വേണ്ട കെയറും ലവും സ്നേഹവും പരിചരണവും കൊടുക്കണം. എന്താ അവർക്ക് നല്ല റിക്കഗ്നീഷൻ കൊടുക്കണം അല്ലെ? അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ മാനിക്കണം. പിന്നെയോ മസ്റ്റ് ഫീൽ ദാറ്റ് ദേ ആർ ആക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ മെമ്പേഴ്സ് ഇൻ ഫാമിലി. അവർ തളർന്നു പോയി എന്നൊരു ചിന്ത നമ്മൾ അവർക്ക് കൊടുക്കരുത്. നമ്മളെ പോലെ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ കൊണ്ടുവരണം. അവരുടെ ശാരീരിക പരിമിതികൾക്ക് ശ്രദ്ധയും പരിചരണവും കൊടുക്കണം. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത നോക്കിക്കേ, അറേഞ്ച് ദ ഗിവൺ സ്റ്റെപ്പ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഇൻ ദ കറക്റ്റ് ഓർഡർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ റൈറ്റ് ഏട്രിയം. കറക്റ്റ് ഓർഡറിൽ എഴുതാനാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? രക്തപര്യന ഘട്ടങ്ങൾ കറക്റ്റ് ഓർഡറിൽ. ഇത് ഓരോ പോയിന്റ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. ഓർഡർ നമുക്ക് പഠിക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു? ബ്ലഡ് എന്ത് ചെയ്യുന്നു? പല ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു, നമ്മുടെ വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. പിന്നെ റൈറ്റ് വെൻട്രിക്കിൾ റിസീവ്, ഈ വലത് ഏട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക്, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് പോകുന്നത്. അത് എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ ട്രൈകസ്പിഡ് വാൾവ്, അവിടെ ഒരു വാൾവ് ഉണ്ട് അല്ലെ? ട്രൈകസ്പിഡ് വാൾവ് ഉണ്ട്. ആ വാൾവിലൂടെയാണ് ഇത് വരുന്നത്. ബാക്ക് ഫ്ലോ, പിന്നീട് എന്താണ് രക്തം തിരിച്ചു പോകുന്നത് തടയാനാണ് അവിടെ ആരുള്ളത്? ട്രൈകസ്പിഡ് വാൾവ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പാസ് ത്രൂ പൾമണറി ആർട്ടറി, പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്യുന്നു? ലങ്സിലേക്ക് പോകുന്നു, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് റീച്ചസ് ദ ലെഫ്റ്റ് ഏട്രിയം ത്രൂ പൾമണറി വെയിൻ. ലങ്സിൽ നിന്ന് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ്, അതായത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലൂടെ പൾമണറി വെയിൻ വഴി എങ്ങോട്ട് വരുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അതെന്ത് ചെയ്യും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തി അവിടുന്ന് പൾമണറി വെയിൻ വഴി അല്ലെ, പൾമണറി വെയിൻ ആണ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത്. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എന്താ? ബൈകസ്പിഡ് വാൾവ് വഴി അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിളാണ് ബൈകസ്പിഡ് വാൾവ്. റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലാണ് ആരുള്ളത്? ട്രൈകസ്പിഡ് വാൾവ് ഉള്ളത്. അപ്പൊ കറക്റ്റ് ഓർഡർ ഇന്ത്യ പഠിച്ചു വെക്കുക. മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കണം. ഇനി നോക്കാം, ഒബ്സർവ് ദ ഗിവൻ ഫിഗർ റിലേറ്റഡ് ടു breathing and answer the question. Identify the step of breathing. Name the parts indicated as X and Y. How does the combined action of X and Y help in the process? അപ്പൊ ഈ ഉച്ഛ്വാസ നിശ്വാസത്തിൽ നമ്മൾ കുറേ തവണ പറഞ്ഞാണ് എന്ത് അവിടെ എന്തിനൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട റോൾ എന്ന്. അപ്പൊ ഈ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? വായു അകത്തേക്കാണ് പോകുന്നത്. അതിനെയാണ് നമ്മൾ ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ഇനി എക്സ് വൈ എങ്ങനെയാണ് ബാധിക്കുന്നത്? എക്സ് വൈയും എങ്ങനെയാണ് ഈ ഭാഗങ്ങളെ സഹായിക്കുന്നതാണ്? എക്സ് ഇന്റർകോസ്റ്റൽ പേശികളാണ് അല്ലെ? ഇതിന്റെ ഇടയിലുള്ള പേശികൾ എന്ന് പറയുന്നത് ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്. ഇനി മസിൽ ബിറ്റ്വീൻ റിബ്സ്. അതുപോലെ വൈ എന്ന് പറയുന്നതോ നമ്മുടെ ഡയഫ്രം ആണ്. റിബ്സ് റേസ് ചെയ്യുന്നു, വാരിയലുകൾ ഉയരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്റർകോസ്റ്റൽ മസിൽസ് സങ്കോചിക്കുന്നു. അപ്പൊ ഇന്റർകോസ്റ്റൽ പേശികൾ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ലുകൾ ഉയരുന്നു, അങ്ങനെ ഡയഫ്രം സങ്കോചിക്കുന്നു. ഇത് ഔരസാശ്യവ്യാപ്തം കൂട്ടുന്നു. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഔരസാശ്യവ്യാപ്തം കൂടുന്ന സമയത്ത്, ഇന്റർകോസ്റ്റൽ പേശികൾ ചുരുങ്ങുന്ന സമയത്ത്, വാരിയെല്ലുകൾ ഉയരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? എയറിനെ നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്. അതാണ് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, മേക്ക് സ്യൂട്ടബിൾ പെയേഴ്സ് യൂസിങ് ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ബോക്സ് എ ആൻഡ് ബി. കണ്ടോ, പെൽവിസ് റീജിയൻ വേർ യൂറിൻ ഫ്രം ദ ഫിൽട്ടേഴ്സ് ഫ്ലോസ് ഇൻടു. അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗം പെൽവിസ് എന്ന് എഴുതി. അതുപോലെ എല്ലാത്തിനും ഇതുപോലെ പെയർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ട് ഓഫ് കിഡ്നി, വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗമാണ് എന്ത്? മെഡുല്ല എന്ന് പറയുന്നത്. റീഅബ്സോർപ്ഷൻ സെക്രീഷൻ, പുനരാഗിരണം ശ്രവണം നടക്കുന്നത് വൃക്ക നൽകുക. റീനൽ ട്യൂബ്യൂളിലാണ്. ബ്ലഡ് വെസൽ ദാറ്റ് കംസ് ഔട്ട് ഓഫ് ബൗമാൻസ്, ബൗമാൻസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുടലാണ് ഇത് എഫറൻ വെസൽ അല്ലെങ്കിൽ എഫറൻ വെസൽ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതാ പേശികളുടെ ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോകാറില്ല. ഏതൊക്കെയാണ് എക്സ് വൈ എന്ന് കാണണം. റൈറ്റ്, 2 പെക്യുലാരിറ്റീസ് ഓഫ് ദ മസിൽസ് ഉണ്ട്. മെൻഷൻ എനി 1 സിമിലാരിറ്റി ബിറ്റ്വീൻ 2 മസിൽസ് അല്ലെ? അപ്പൊ എക്സും വൈയും ഉണ്ടല്ലോ.
എക്സ് എന്ന് പറയുന്നത് ഏത് പേശിയാണ് നമുക്ക് നോക്കാം. കാർഡിയാക് മസിൽ, ഹൃദയ പേശിയാണ്. വൈ എന്ന് പറയുന്നത് സ്മൂത്ത് മസിലാണ്, നമ്മുടെ ഏതാണ് മിനുസ പേശിയാണ് അല്ലെ, നോൺ സ്ട്രേറ്റഡ് മസിലാണ്. ഇനി വൈ എന്ന് സൂചിപ്പിക്കുന്ന പേശിയുടെ ഏതെങ്കിലും രണ്ട് സവിശേഷത. സ്മൂത്ത് മസിൽ എവിടെയാണ് കാണുന്നത്, ഇന്റേണൽ ഓർഗൻസ് അല്ലെ, നമ്മുടെ സ്റ്റൊമക്ക്, അതുപോലെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, നമ്മുടെ എന്താണ് ഇന്റേണൽ ആയിട്ട് വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ആൻഡ് സ്പിൻറ്റൽ ഷേപ്പ് ആണ് അതിന്റെ ആകൃതി എന്ന് പറയുന്നത് അല്ലെ, സ്പിൻറ്റൽ ഷേപ്പ്, സ്പിൻറ്റൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. പിന്നെ എന്താണ്, കുറുകെ വരകൾ കാണുന്നുണ്ടോ, ഇല്ല, നോ സ്ട്രയേഷൻ. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ് സാധ്യമാക്കുന്നത് അല്ലെ, അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. പിന്നെ ലാസ്റ്റ് നോക്കി, ഈ പേശികൾ തമ്മിലുള്ള ഏതെങ്കിലും ഒരു സമാനത എഴുതാൻ, അതായത് കാർഡിയാക് മസിൽ ആയാലും സ്മൂത്ത് മസിൽ ആണെങ്കിലും ഒരു സമാനത എന്താണ്, മേക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ. അനൈച്ഛിക ചലനങ്ങളാണ് രണ്ടും സാധ്യമാക്കുന്നത്. ഞാൻ അടുത്ത് നോക്കുക, പ്രിപ്പയർ എനി 3 മേജർ കോൺസെപ്റ്റ് ടു ബി ഇൻക്ലൂഡ് ഇൻ ദ അവയർനെസ് പ്രോഗ്രാം ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ് അല്ലെ, നമ്മുടെ വ്യായാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്, മേജർ കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹാർട്ട്, ലങ്സ്, മസിൽസ്. ഇത് വെച്ചിട്ട് ആശയങ്ങൾ എഴുതാനാണ്. ഹാർട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ്, എക്സസൈസ് ഇൻക്രീസ് ബ്ലഡ് സർക്കുലേഷൻ ഓൾ ഓവർ ദ ബോഡി അല്ലേ, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ആ ഒരു രക്തത്തിന്റെ പമ്പിങ് നടക്കാൻ എളുപ്പമാകും. കാർഡിയാക് മസിൽസ് ബിക്കം സ്ട്രോങ്, നമ്മുടെ ഹൃദയ പേശികൾ എന്ത് ചെയ്യും, നല്ല സ്ട്രോങ് ആകും. ലങ്സ്, ശ്വാസകോശമോ ശ്വസനവാതങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാവാൻ സഹായിക്കുന്നു. വൈറ്റൽ കപ്പാസിറ്റി കൂട്ടാനും ലങ്സിനെ സഹായിക്കുന്നത് എക്സസൈസ് കൊണ്ടാണ്. മസിൽസോ, മോർ കാപ്പിലറീസ് ആർ ഫോംഡ് ഇൻ മസിൽസ്, ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് മസിൽ, നമ്മുടെ പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു, പേശികൾ കൂടുതൽ രക്തലോമുകൾ രൂപപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്, എക്സസൈസ് കൊണ്ട് നമ്മുടെ ഈ 3 അവയവങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ നോക്കിയാൽ മൈറ്റോസിസും മിയോസിസും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആ ടേബിളിൽ തന്നിട്ടുള്ള പോയിന്റ്സ് ഓരോന്നിലേക്കും എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, മൈറ്റോസിസ് നോ ചേഞ്ച് ഇൻ ക്രോമസോം നമ്പർ അല്ലെ, അമ്മയുടെയും അടുത്ത ഡോട്ടർ മദർ സെല്ലും ഡോട്ടർ സെല്ലും ഒരേപോലെയാണ്. മിയോസിസോ ക്രോമസോം നമ്പർ പകുതിയാവുന്നു, ഹാഫ് ആകുന്നു. ശരീരകോശങ്ങളിലാണ് ക്രമഭംഗം നടക്കുന്നത്, ഊനഭംഗമോ ബീജോത്പാദക കോശങ്ങളിലാണ്. ക്രമഭംഗം ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ബീജകോശങ്ങളിലോ എന്താണ്, ബീജകോശങ്ങൾ സ്പേംസ് അല്ലെങ്കിൽ ഗമേറ്റുകൾ ഉണ്ടാക്കാനാണ് ഊനഭംഗം നടക്കുന്നത്. അത് ആ വ്യത്യാസം ക്ലിയർ ആക്കി വെക്കാം. അടുത്തത് വീണ്ടും മിയോസിസിൽ നിന്നുള്ള മിയോസിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഫീമെയിലിൽ കണ്ടോ, ജെർമിനൽ സെൽ സ്റ്റേജ് 1, സ്റ്റേജ് 2. ഈ സ്റ്റേജ് 1 നമ്മൾ കണ്ടെത്തണം അല്ലെ, അതുപോലെ തന്നെ സ്റ്റേജ് 2 കണ്ടെത്തണം. നോക്കാം നമുക്ക്. സ്റ്റേജ് 1 മിയോസിസിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത്, ഘട്ടം 1 പറയുന്നത് മിയോസിസ് 1ഉം ഘട്ടം 2 എന്ന് പറയുന്നത് മിയോസിസ് 2 ആണ്. ഇനി 1, 2 എന്ന് സൂചിപ്പിക്കുന്ന കോശങ്ങൾ, ഇവിടെ 1 പറയുന്നത് എന്താണ്, നമ്മുടെ ഓവമാണ്. കാരണം സ്ത്രീയിൽ ഉണ്ടാവുന്ന ഒരു ഫങ്ഷണൽ ഓവം 1 ഉള്ളൂ, ബാക്കി 3 ഈ ഉണ്ടാവുന്ന ബാക്കി എണ്ണം എന്താണ്, പോളാർ ബോഡികളാണ് അല്ലെ, പോളാർ ബോഡികൾ. ഇനി ഘട്ടം 1ഉം ഘട്ടം 2 തമ്മിലുള്ള വ്യത്യാസം എന്താ, ആദ്യം നടക്കുന്നത് എന്താണ്, നമ്പേഴ്സ് പകുതിയാവുന്നു, ക്രോമസോം നമ്പർ പകുതിയാവുന്നു. രണ്ടാമതോ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവിടെ മൈറ്റോസിസിന് സമാനമായിട്ടാണ് നടക്കുന്നത്, ക്രോമസോം സംഖ്യക്ക് മാറ്റമില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. മിയോസിസ് 1ഉം മിയോസിസ് 2 തമ്മിലുള്ള വ്യത്യാസം, മിയോസിസ് 2 മൈറ്റോസിസിന് സമവുമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മൈറ്റോസിസിലെ ഫേസുകൾ വരാതൊരു ചോദ്യം പോയില്ല. അതുകൊണ്ട് നോക്കുക, ഇതേതാ ഫേസ്, ഇതേതാ ഫേസ് എന്ന് എഴുതണം. ഏതൊക്കെയാണ് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്, വിച്ച് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ആർ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് വൈ. എക്സ് എന്ന് പറയുന്നത് ഏതാണ്, പ്രോഫേസ് ആണ്. വൈ എന്ന് പറയുന്നത് കണ്ടോ, ഇക്വേറ്റോറിയൽ പ്ലെയിനിൽ നിൽക്കുന്നത് മെറ്റാഫേസ് ആണ്, മെറ്റാഫേസ്. ഇനി ഓരോ സ്ഥലത്തും എന്തൊക്കെ നടക്കുന്നു, പ്രോഫേസിൽ ക്രോമാറ്റിക് റെട്ടിക്കുലം കണ്ടെയ്ൻസ് ടു ഫോം ക്രോമസോം, ന്യൂക്ലിയോളസ് ആൻഡ് ന്യൂക്ലിയർ മെമ്പറിൻ ഡിസപ്പിയർ, സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നു. പ്രോഫേസിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ക്രോമാറ്റിൻ ജാലിക ക്രോമസോമായി മാറുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ ഇരട്ടിക്കുന്നുല്ലേ, ആ ഒരു ന്യൂക്ലിയസും ന്യൂക്ലിയർ മർമ്മവും മർമ്മസ്തരവും എന്ത് ചെയ്യുന്നു, അപ്രത്യക്ഷമാവുന്നു. അതുപോലെ തന്നെ കീലതന്തുക്കൾ രൂപപ്പെടുന്നതും പ്രോഫേസിൽ തന്നെയാണ്. ഇനി മെറ്റാഫേസിൽ എന്തൊക്കെ നടക്കുന്നു, മധ്യഭാഗത്ത് അണിനിരക്കുന്നു അല്ലെ, കീലതന്തുക്കൾ സെൻട്രിയോമുകളുമായിട്ട് എന്ത് ചെയ്യുന്നു, ബന്ധിക്കുന്നു. ഈ പറയുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു, ക്രോമസോമിനെ സെൻട്രോമിയറിലേക്ക് എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്യുന്നു. കണ്ടില്ലേ, ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ പ്രക്രിയയിലെ മറ്റ് 2 ഘട്ടങ്ങൾ, അവസാന 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അനാഫേസും ടീലോഫേസും ആണ്. മറന്നു പോകില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി 4 മാർക്കിന്റെ ചോദ്യം തന്നെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം 4 മാർക്കിന്റെ ചോദ്യം ഇതുപോലെ എന്ത് ഫിഗേഴ്സ് വരാം, അല്ലെങ്കിൽ മിയോസിസിന്റെ ഘട്ടങ്ങൾ വരാം. ലാസ്റ്റ് ഈ ചിത്രം നോക്കുക. ഇവിടെ ഇതാ, name the parts integrated as x and y, write the function of x and y. x എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്, y എന്ന് പറയുന്നത് ഈ ഭാഗം. x കണ്ടാൽ നമുക്കറിയാം എന്താണ്, സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് ഇവിടെ കാണുന്നത്. y എന്ന് പറയുന്നത് ഈ ഭാഗം കാർട്ടിലേജ് ആണ്. എന്താണ് ഫംഗ്ഷൻ, സൈനോവിയൽ ഫ്ലൂയിഡ് ഒരു ലുബ്രിക്കന്റ് ആയിട്ട് അല്ലെ, ഒരു സ്നേഹമായിട്ട് പ്രവർത്തിക്കുന്നു. y തരുണാസി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഘർഷണം ഒഴിവാക്കുന്നു, ഫ്രിക്ഷൻ കുറയ്ക്കുന്നു, ബോൺസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇതുപോലെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക.
അപ്പൊ 40-40 നിങ്ങൾ മേടിക്കാൻ തയ്യാറാവുക. ഇനി ഇന്നത്തെ വൈകുന്നേരത്തെ മാരത്തൺ ലൈവിൽ അടിച്ചു പൊളിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സീ യു സൂൺ, ബൈ ബൈ.